find the one, you should never give her up. I think it's the way life. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കുനാഫൻ്റെ ഡോ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. നമുക്കിത് ഈ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കുനാഫൻ്റെ ഡോ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് നമുക്ക് നന്നായി വറുത്തെടുക്കാം. കുനാഫ ഡോ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതിന് പകരം സേമിയവും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂൺ പശുനെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കാഷ്യൂനട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ കാഷ്യൂനട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് നമുക്ക് ആൽമണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ആൽമണ്ട് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ ഫ്രൈ പാനിൽ തന്നെ നമുക്ക് പീനട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പീനട്ട് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ടോഫി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ടോഫി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച 3 നട്ട്സും നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുക്കാം. ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കണ്ടൻസ്ഡ് മിൽക്ക് ടോഫി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അര ലിറ്റർ പാൽ ഇവിടെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും കൂടി ചേർത്ത് മിക്സ് ആക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഈ പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡ് നമുക്ക് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളക്കിക്കൊണ്ട് വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. ഒന്ന് ബോയിലായി കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വെക്കാം. പുഡിംഗ് ട്രേയിൽ ഫസ്റ്റ് ലെയറായി നമ്മൾ കുനാഫ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ലെയറായിട്ടാണ് നമ്മൾ ഇത് സെറ്റാക്കുന്നത്. സെക്കൻഡ് ലെയറായി നമുക്ക് കസ്റ്റേർഡ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച നട്ട്സ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുനാഫ റോസ്റ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി കസ്റ്റേർഡും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിൽ നട്ട്സ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റാവാനായി ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഞാൻ കുറേ സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല, കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിക്ക് എടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലായി റോസ്റ്റ് ചെയ്ത് വെച്ച കുനാഫ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തണുത്താലാണ് നല്ല ടേസ്റ്റ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരു കിടിലൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.